അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഒരു മുന്നറിയിപ്പുണ്ട്. 2026 ഗ്രീൻ കാർഡ് കൈവശം വയ്ക്കുന്നത് ഒരു തെറ്റാണെന്ന് ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് സപ്പോണിക്ക് പറയുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ഉടൻ തന്നെ US പൗരത്വത്തിന് അപേക്ഷിക്കാൻ അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഈ മുന്നറിയിപ്പ്? ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പഴയകാലത്തെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പോലും അവരുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. 20 വർഷം മുമ്പുള്ള കുറ്റങ്ങൾക്ക് പോലും നടപടി നേരിടേണ്ടി വരാം. കൂടാതെ ഒരു കുറ്റം ചെയ്തതായി സംശയിച്ചാൽ പോലും ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അവരെ തടവിലാക്കാൻ അധികാരികൾക്ക് അനുമതി നൽകുന്ന ഒരു പുതിയ നിയമം വരാൻ സാധ്യതയുണ്ട്. ഇത് ഗ്രീൻ കാർഡ് ഉടമകളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. വിദേശയാത്രകൾ അപകടകരമാണെന്നും ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് പറയുന്നുണ്ട്. ഗ്രീൻ കാർഡുള്ള ഒരാൾ 6 മാസത്തിൽ കൂടുതൽ അമേരിക്കയ്ക്ക് പുറത്തു പോയാൽ തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കാൻ സമ്മതിക്കുന്ന ഒരു ഫോമിൽ ഒപ്പിടാൻ നിർബന്ധിക്കാം. എന്നാൽ പൗരത്വം നേടുന്നവർക്ക് ഈ പ്രശ്നങ്ങളില്ല. അവർക്ക് ലോകത്ത് എവിടെയും എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. തായ്ലൻഡ്, ഗ്രീസ് പോലുള്ള രാജ്യങ്ങളിൽ വർഷങ്ങളോളം താമസിച്ചാലും അവരുടെ പൗരത്വം നഷ്ടപ്പെടില്ല. മാത്രമല്ല 180-ലധികം രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാനും സാധിക്കും. കുടുംബത്തിനും വോട്ടവകാശത്തിനും പൗരത്വം പ്രധാനപ്പെട്ട കാര്യമാണ്. പൗരത്വം നേടുന്നവർക്ക് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അമേരിക്കയിലേക്ക് വരാൻ സഹായിക്കാൻ കഴിയും. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഇതിന് വളരെ കാലത്തെ കാത്തിരിപ്പ് ആവശ്യമാണ്. പൗരത്വം ലഭിക്കുന്നവർക്ക് ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും ലഭിക്കും. നിലവിലെ ഭരണത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന പലർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ, പ്രത്യേകിച്ച് മിനിസോട്ടയിൽ പൗരന്മാർ വെടിയേറ്റ് മരിച്ച സംഭവം ഇതിന് കാരണമായിരിക്കാം. ഹോളണ്ടിൽ നിന്നുള്ള ക്ലോഡ് എന്നൊരാളുടെ കഥ ഒരു മുന്നറിയിപ്പായി അറ്റോർണി സപ്പോണിക്ക് പങ്കുവച്ചിട്ടുണ്ട്. ക്ലോഡ് 25 വർഷത്തോളം അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉടമയായി ജീവിച്ചു. എന്നാൽ പിന്നീട് ഗാർഹിക പീഡനത്തിന് ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം വിദേശയാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിൽ തടയപ്പെടുന്നു. പഴയ റെക്കോർഡ് കാരണം അദ്ദേഹത്തിന് എളുപ്പത്തിൽ പൗരത്വം നേടാനും സാധിക്കുന്നില്ല. സാധാരണയായി അമേരിക്കൻ പൗരത്വം ലഭിക്കാൻ അപേക്ഷകർ 3 മുതൽ 5 വർഷം വരെ അമേരിക്കയിൽ താമസിക്കണം. നല്ല സ്വഭാവം കാണിക്കുകയും വേണം. അതിനാൽ 2026 ഏറ്റവും ഉയർന്ന സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരും ഉടൻ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡുമായി കഴിയുന്നവർ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പുനർചിന്തനം നടത്തേണ്ട ഒരു കാലഘട്ടമാണിത്. ഇമിഗ്രേഷൻ നിയമങ്ങളിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും പഴയകാലത്തെ ചെറിയ നിയമ ലംഘനങ്ങൾ പോലും ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ കാരണമാകുന്ന സാഹചര്യവും പൗരത്വത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഗ്രീൻ കാർഡ് ഉടമകളിൽ നിന്ന് വ്യത്യസ്തമായി US പൗരത്വം നേടുന്നവർക്ക് നിയമപരമായ സംരക്ഷണവും തടസ്സങ്ങളില്ലാത്ത വിദേശയാത്രയ്ക്കുള്ള അവകാശവും ലഭിക്കുന്നു. കാത്തിരിപ്പ് ഒഴിവാക്കി യോഗ്യതയുള്ളവർ എത്രയും വേഗം പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് കുടുംബത്തിന്റെ സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാൻ സഹായിക്കും. അസ്ഥിരമായ നിയമ സാഹചര്യങ്ങളിൽ കേവലം ഒരു താമസാനുവാദം എന്നതിലുപരി ഒരു പൗരൻ എന്ന നിലയിലുള്ള അവകാശങ്ങൾ സ്വന്തമാക്കുന്നത് ജീവിതം കൂടുതൽ സമാധാനപൂർണ്ണമാക്കാൻ സഹായിക്കും.